ഇത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് അടുത്ത പ്രജാപതിയിലേക്ക് പോകാം. അഹോരാത്രോ വൈ പ്രജാപതി തസ്യാഹരേവ പ്രാണോ രാത്രിരേവരൈഹി പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി യേ ദിവാരത്യാ സംയുജ്യന്തേ ബ്രഹ്മചര്യമേവ തദ് യത് രാത്രൗ രത്യാ സംയുജ്യന്തേ. അഹോരാത്രോ വൈ പ്രജാപതിഃ തസ്യാഹരേവ പ്രാണോ രാത്രിരേവരൈഹി പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി യേ ദിവാരത്യാ സംയുജ്യന്തേ ബ്രഹ്മചര്യമേവ തദ് യത് രാത്രൗ രത്യാ സംയുജ്യന്തേ. അഹോരാത്രോ വൈ പ്രജാപതി. അഹോരാത്രം എന്ന് പറഞ്ഞാൽ ദിവസം. അഹസ്സും രാത്രവും ചേർന്നത്. അഹസ് പകൽ, രാത്രം രാത്രി. അപ്പൊ പകലും രാത്രിയും ചേർന്ന കാലത്തിനാണ് ദിവസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു ദിവസം പ്രജാപതിയാണ്. ഇതിനേക്കാൾ താഴ്ന്ന പ്രജാപതി ഭാവം ഇല്ല കേട്ടോ. ഇല്ലേ? ഇതിനേക്കാൾ താഴ്ന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാരണം രണ്ട് ചേർന്ന ഭാവം ഉണ്ടാവണം. ദിവസം, അതിനു മുകളിൽ മാസം, അതിനു മുകളിൽ സംവത്സരം. അത്രയേ ഉള്ളൂ. സംവത്സരത്തിന് മുകളിൽ നമുക്കറിയില്ല. ഇലക്ഷനാണുള്ളത്. അപ്പൊ ദിവസം പ്രജാപതിയാണ്. തസ്യ അഹരേവ പ്രാണഃ. അങ്ങനെ ദിവസത്തെ പ്രജാപതിയായിട്ട് എടുക്കുകയാണെങ്കിൽ പകൽ പ്രാണനാണ്, രാത്രി രയ്യാണ്. ഇതാണ് ഉപദേശം. അപ്പൊ ഇത്രയും ഉപദേശിച്ചപ്പോൾ സാന്ദർഭികമായി ചില വിഷയങ്ങൾ ബന്ധപ്പെടുത്തി പറയുകയാണ്. അത് പ്രശ്നോപനിഷത്തിന്റെ മുഖ്യ വിഷയമല്ല. നേരത്തെ സംവത്സര പ്രജാപതിയെ പറഞ്ഞപ്പോഴും സാന്ദർഭികമായി പറഞ്ഞു, മാസപ്രജാപതിയെ പറഞ്ഞപ്പോഴും സാന്ദർഭികമായി പറഞ്ഞു, അതുപോലെ ദിവസ പ്രജാപതിയെ പറയുമ്പോഴും സാന്ദർഭികമായി പറയുക. ശ്രദ്ധിക്കുക. അഹോരാത്രോ വൈ പ്രജാപതി തസ്യാഹരേവ പ്രാണോ രാത്രിരേവരൈഹി. പ്രാണൻ, രൈ എന്ന രണ്ട് ഭാവങ്ങൾ പ്രജാപതിയുടെ ആവിർഭാവം അല്ലെങ്കിൽ ആവിഷ്കാരം. രണ്ടും ചേരുന്നത് ഒരു പ്രജാപതി ഭാവം. അതുകൊണ്ട് തന്നെ രയ്യും പ്രാണനും, അതായത് ദ്രവ്യവും ഊർജവും, രണ്ടും ആത്യന്തികമല്ല, ആപേക്ഷികമാണ്. ഈ രണ്ടിൻ്റെയും ചേർച്ചയിൽ നിന്നാണ് സകല പ്രജകളും ഉണ്ടാകുന്നത്. ഇതാണ് ഉപദേശം. അതിൽ വിശദമായി ചിന്തിക്കാൻ വേണ്ടി നമ്മളോട് രൈ പ്രാണാത്മകമായ സംവത്സരത്തെ ചൂണ്ടിക്കാണിച്ചു. ആനുഷംഗികമായി ചിലതൊക്കെ പറഞ്ഞു. രണ്ടാമത് മാസപ്രജാപതിയെ ചൂണ്ടിക്കാണിച്ചു. ആനുഷംഗികമായി ചിലത് പറഞ്ഞു. ഇപ്പൊ ദിവസ പ്രജാപതിയെ ചൂണ്ടിക്കാണിച്ചു. അതിൽ പകലാണ് പ്രാണൻ, രാത്രി രൈ. നമുക്കെന്താ അറിയാം? പ്രകാശപൂർണമായത് പകൽ, അത് പ്രാണൻ. പ്രകാശഭാവം, ദ്രവ്യ ചന്ദ്രഭാവം, അത് രൈ. അങ്ങനെ എടുക്കുക. ഇനി ആനുഷംഗികമായി പറയുകയാണ്, പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി യേ ദിവാരത്യാ സംയുജ്യന്തേ. യാവരാണോ ദിവാ പകലിൽ, രത്യാ സംയുജ്യന്തേ രതിയോട് ചേരുന്നത്, രതിക്രീഡകൾ ചെയ്യുന്നത്, സ്ത്രീ പുരുഷ ഭേദത്തിലുള്ള വ്യവഹാരം ചെയ്യുന്നത്, മൈഥുനം അനുഷ്ഠിക്കുന്നത്. അപ്പൊ ആരാണോ പകൽ മൈഥുനം അനുഷ്ഠിക്കുന്നത്, സ്ത്രീയും പുരുഷനും ലൈംഗികമായി ചേരുന്നത്, അവര് വീര്യം വാ ഏതേ പ്രസ്കന്ദന്തി, വീര്യത്തെയാണ് നശിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ ഇവിടെ ചിന്തിച്ചിട്ടുണ്ട്, വീര്യരക്ഷണം എന്ന ബ്രഹ്മചര്യം പുരുഷനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ, സ്ത്രീയെ സംബന്ധിച്ചില്ല എന്നുള്ളത്. കാരണം
സ്ത്രീക്ക് വീര്യം എന്നൊരാശയമില്ല. സ്ത്രീയിലുള്ളത് അണ്ഡമാണ്. അണ്ഡം ഒരിക്കലും സ്ത്രീയുടെ നിയന്ത്രണത്തിന് വിധേയമല്ല. നമ്മൾ അമ്മയുടെ വയറ്റിൽ ഭ്രൂണമായിരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് അണ്ഡങ്ങൾ ഉണ്ടാവും. അത് ചുരുങ്ങി 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 പ്രായപൂർത്തിയാകാനാവുമ്പോഴത്തേക്ക് ഒരു 300 ചില്ലാൻ അണ്ഡങ്ങൾ ശേഷിക്കും. ഈ 300 ചില്ലാൻ അണ്ഡങ്ങളാണ് ഓരോ നക്ഷത്ര മാസത്തിലും ബീജത്തെ കിട്ടാത്ത പക്ഷം പുറത്തേക്ക് പോകുന്നത്. അതാണല്ലോ ആർത്തവ പ്രക്രിയ. അങ്ങനെ ബീജത്തെ കിട്ടാത്ത അണ്ഡം പുറത്തു പോയി കഴിഞ്ഞ് വീണ്ടും ഗർഭപാത്രവും മറ്റും ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നടന്നു. വീണ്ടും അടുത്ത മാസം പോവുകയായി, വീണ്ടും അടുത്ത മാസം പോവുകയായി. ഇങ്ങനെ അണ്ഡം മുഴുവൻ തീരുന്നത് വരെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു 35-36 വർഷങ്ങൾ ആവറേജ്. കൃത്യം പറയാൻ പറ്റില്ല ആർക്കും. ഇന്ന് പിന്നെ ഈ അണ്ഡം മോഷ്ടിച്ച് വിൽക്കുന്ന പരിപാടിയൊക്കെ വളരെ വ്യാപകമാണ്. വളരെ വ്യാപകമാണ്. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ മിക്ക ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലും റിസർച്ചിന് വേണ്ടി സ്ത്രീകളുടെ അണ്ഡം ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. നിയമം അനുവദിക്കുന്നത് 3 അണ്ഡം എടുക്കാനാണ് ഒരു സമയം. പക്ഷെ ഇന്നത്തെ ടെക്നോളജിയിൽ 18 അണ്ഡം വരെ എടുത്താലും സുഖമായി ശീതീകരിച്ച് നിലനിർത്താനും ഫെർട്ടിലൈസ് ചെയ്യാനും കഴിയും. ഒന്നുകൂടി സൂചിപ്പിക്കാം, ഏറ്റവും അധികം എംബ്രിയോളജിയിൽ ഗവേഷണം നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി. ജർമ്മനിയിൽ ഒരു സ്ത്രീയിൽ നിന്ന് അണ്ടെടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടുന്ന് എംബ്രിയോളജിക്ക് ഗവേഷണത്തിന് വേണ്ടതൊക്കെ കിട്ടുന്നത് ചിന്തിച്ചോളാം. ഭാരതം എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നാണ്. ശരി, അതൊക്കെ വേറെ വിഷയം. ഏതായാലും അണ്ടം കഴിഞ്ഞാൽ നിന്നു, മെനോപ്പസായി കഴിഞ്ഞു. അതുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ച് അതിൽ നിയന്ത്രണമില്ല. അത് സ്വാഭാവികമായി സഹജചേഷ്ടയായിട്ട് നടക്കുന്നതാണ്. എന്നാൽ പുരുഷനെ സംബന്ധിച്ച് അതല്ല. വീര്യം അവൻ്റെ ഇച്ഛയ്ക്ക് അനുരൂപമായിട്ടാണ്. അവൻ്റെ ദൃഢമായ സങ്കല്പത്തിനനുസരിച്ച് വീര്യത്തെ രക്ഷിക്കാൻ കഴിയുന്നു. അപ്പോൾ പകൽ ആരാണോ വീര്യത്തെ പതിപ്പിക്കുന്നത് അവൻ വീര്യത്തെയാണ് നശിപ്പിക്കുന്നത്. വീര്യമ്പ ഏതേ പ്രസ്കന്ധന്തി, ഇതൊന്നിനും കൊള്ളാണ്ടാവും. അങ്ങനെ ക്ഷീണിതാവും, ധാതുശക്തി മുഴുവൻ നഷ്ടപ്പെടും, രോഗഗ്രസ്തമാകും ശരീരം. അപ്പോൾ എന്താ ഉപദേശം? അങ്ങനെ ചെയ്യരുത് എന്ന് ഉപദേശം. ഇത് സാന്ദർഭികമാണ്, ഇത് മുഖ്യ വിഷയമല്ല. പകൽ മൈഥുനം ചെയ്യരുത് എന്ന് ഉപദേശം. ബ്രഹ്മചര്യമേവ തദ്യത് രാത്രൗ രത്യാ സംയുജ്യന്തേ. രാത്രിയിൽ രതിയോട് ചേരുന്നത് ബ്രഹ്മചര്യം തന്നെയാണ്. അപ്പൊ രാത്രിയിൽ രതിയോട് ചേരുന്നത് ബ്രഹ്മചര്യം തന്നെയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ബ്രഹ്മചാരിക്കോ വാനപ്രസ്ഥനോ സന്യാസിക്കോ ഉള്ള നിയമമല്ല. ഇത് കേവലം ഗൃഹസ്ഥന് മാത്രമുള്ള നിയമമാണ്. ഗൃഹസ്ഥന് മാത്രമാണ് അബ്രഹ്മചര്യമാവാം എന്ന് വിധിയുള്ളത്. ബ്രഹ്മചര്യം എല്ലാവരും പാലിക്കേണ്ടതാണ്. ആവർത്തിക്കുന്നു, ബ്രഹ്മചര്യം എല്ലാവരും പാലിക്കേണ്ടതാണ്. എന്നാൽ ഗൃഹസ്ഥന് നിയമിതമായി അബ്രഹ്മചര്യമാവാം. അപ്പൊ നിയമിതമായി എന്ന് പറയുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ വിസ്തരിച്ചു പോകുന്നില്ല. അതൊന്ന് പത്നിയുടെ സാഭിലാഷത്വമാണ് ഒരു ഘടകം. സാഭിലാഷയായ പത്നിയെ പ്രാപിക്കണം എന്ന് ഗൃഹസ്ഥന് നിയമമുണ്ട്. പ്രാപിച്ചില്ലെങ്കിൽ പാതകദോഷമുണ്ട്. സങ്കീർണ വിഷയങ്ങളാണ്. അതുകൊണ്ട് രാത്രി മൈഥുനം
ആചരിക്കുന്നത് ഗൃഹസ്ഥനെ സംബന്ധിച്ച് ബ്രഹ്മചര്യമാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കണം, അനിയമിതമായ മൈഥുനമല്ല, നിയമിതമായ മൈഥുനമാണ്. തൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം മനസ്സ്. ഇതാണ് സാന്ദർഭികമായ ഉപദേശം. ഇതാണല്ലോ. നോക്കൂ, അഹോരാത്രോ വൈ പ്രജാപതി തസ്യാഹരേവ പ്രാണോ രാത്രിരേവരൈഃ പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി യേ ദിവാരത്യാ സംയുജ്യന്തേ ബ്രഹ്മചര്യമേവ തത് യദ്രാത്രൗ രത്യാ സംയുജ്യന്തേ. അപ്പം ഇത്രയും പറഞ്ഞത് സാന്ദർഭികമായി പലതും ചേർത്ത് പറഞ്ഞതാണ്. അപ്പൊ മുഖ്യ വിഷയം എന്തായിരുന്നു? പ്രജാപതി പ്രജാകാമനായി. ആ പ്രജാകാമത്വം വന്നപ്പോൾ സൃഷ്ടി വിഷയകമായ സങ്കല്പം ചെയ്തു. ആ സങ്കല്പം ചെയ്ത ശേഷം ദ്രവ്യത്തെയും ഊർജത്തെയും രൂപപ്പെടുത്തി. ഇതാണ് ഉപദേശം. എന്നിട്ട് ആ ഊർജദ്രവ്യ ഭാവത്തോടു കൂടിയ, രണ്ട് ഭാവങ്ങളോട് കൂടിയ സംവത്സരം, മാസം, ദിവസം ഇവയെ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറയുകയാണ്, അന്നം വൈ പ്രജാപതി തതോഹ വൈ തദ്രേതഃ തസ്മാദിമാ പ്രജാ പ്രജായന്ത ഇതി. അന്നം വൈ പ്രജാപതി തതോഹ വൈ തദ്രേതഃ തസ്മാദിമാ പ്രജാ പ്രജായന്ത ഇതി. അന്നം വൈ പ്രജാപതി. അന്നം പ്രജാപതിയാണ്. അപ്പൊ ചിലർക്ക് സംശയം വരും, പ്രജാപതി എന്ന് പറഞ്ഞ രണ്ട് ഭാവം വേണമെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞു. അപ്പൊ അന്നത്തിൽ അതുണ്ടോ? ഉണ്ടല്ലോ. അന്നത്തിൽ അതിൻ്റെ ദ്രവ്യാത്മകമായ ഭാവമുണ്ട്, അതിൻ്റെ ഊർജാത്മകമായ ഭാവമുണ്ട്. കേവലം ദ്രവ്യാത്മകമായ ഭാവം കുറെ വയറ് നിറച്ച് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. എന്ത് മലയാളിയുടെ ചോറ് ഒരു 10 കിലോ ഒരു ദിവസം ഇരുന്നിട്ട് കഴിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോഴാണ് അവൻ്റെ പേര് അരി എന്നാവുക. അരി ശത്രു, അരി ശത്രു, സകല രോഗങ്ങളും. എന്താ മലയാളിയുടെ ചോറ് പറയാൻ കാരണം? ചില്ലാനം കൊടുത്ത് മേടിച്ച് ഒക്കെ തിളപ്പിച്ച് അതിൻ്റെ സാരം, നല്ല അംശം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് ചണ്ടി കഴിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ചില്ലാനം കൊടുത്താൽ നോർത്തിട്ടെങ്കിലും ഒന്ന് വറ്റിച്ച് കഴിച്ചൂടെ? നമുക്കറിയാലോ വറ്റിച്ച് കഴിക്കണം. ഭഗവാനൊക്കെ നേദിക്കുമ്പോൾ നമ്മൾ വറ്റിച്ചിട്ടല്ലേ കൊടുക്കുള്ളൂ. അല്ല തിളപ്പിച്ച് ഊറ്റിയിട്ടാണോ നേദിക്കാറ്? അല്ല. അത് നേദിച്ചോറ് ഭഗവാനൊക്കെ അങ്ങനെയാ സ്വാമി, നമുക്ക് ഇങ്ങനെയാ എന്നാണ്. ഇങ്ങനെ വറ്റിച്ചാൽ കഴിച്ചാൽ നന്നായി. അളവ് കുറച്ച് മതി, അളവ് കുറച്ച് മതി, ആരോഗ്യം ഉണ്ടാവും. ഇനി ധാന്യത്തിലോ ചെറുധാന്യത്തിലോ മാത്രമല്ല, എല്ലാ നമ്മൾ ഭക്ഷ്യമായി സ്വീകരിക്കുന്ന എല്ലാത്തിലും ഈ രണ്ടുണ്ട്. അതിൻ്റെ ദ്രവ്യം എന്നുള്ള ഭാവം, അതിൻ്റെ ഊർജം എന്നുള്ള ഭാവം. ഈ രണ്ടും ചേർന്നതുകൊണ്ട് അന്നം പ്രജാപതിയാണ്. ഓർമ്മിക്കണേ, അന്നം പ്രജാപതിയാണ്. അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുതേ. അന്നം ന നിന്ദ്യാത് തദ്വ്രതം. അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുത്. അത് സാന്ദർഭികമായിട്ട് ഇവിടെ ഋഷി പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് സാന്ദർഭികമായി പറയാമല്ലോ. ഋഷിക്ക് മാത്രമല്ലല്ലോ, നമുക്കൊക്കെ സാന്ദർഭികമായി പറഞ്ഞൂടെ. അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുതേ. അന്ന ഈശ്വരന, അന്നം ഈശ്വരന. അന്നം പ്രജാപതിയാണ്, അന്നം ഈശ്വരന.
നമ്മൾ വളരെ ഓർമ്മിക്കണം. അങ്ങേയറ്റം അന്നത്തെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. ഒരിക്കലും കഴിക്കുന്ന അന്നത്തെ അഥവാ കഴിക്കാവുന്ന അന്നത്തെ നിന്ദിക്കരുത്. ഒരിക്കലും. പലരും ചെയ്യും, ഈ കൂട്ടത്തിൽ ആൾക്കാർ ചെയ്യുന്നുണ്ടെന്നല്ല പറയണത്. വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി കൊണ്ടു തന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുക, ഇത് ശരിയായില്ല, സ്വാദില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറയുക. ഒരിക്കലും ചെയ്യരുത്. അന്നം ഈശ്വരനാണ്. അങ്ങേയറ്റം ആദരവോടുകൂടി മാത്രമേ അന്നത്തോട് പെരുമാറാൻ പാടുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും. അന്നം ന നിന്ദ്യാത്, അന്നത്തെ നിന്ദിക്കരുത്. തദ്വ്രതം, അത് വ്രതമാണെന്ന് ഉപനിഷത്ത് പറയും. മഹാവ്രതമാണ്. അതുപോലെ അന്നം ന പരിചക്ഷീത, ഒരാൾ അന്നം ചോദിച്ചാൽ ഒരിക്കലും അതിനെ അവഗണിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യരുത്. ഇല്ല എന്ന് പറയരുത്. സ്വാമി അപ്പം ഇല്ല ചന്തിയും ഉള്ളത് വീതിച്ചൂടെ? ഒന്നുമില്ല, ഒരു അല്പം വെള്ളം കൊടുത്തോളൂ ഒരാൾക്ക്, അതും അന്നം തന്നെയാണ്. എന്നിട്ട് സ്നേഹപൂർവ്വം, സഹോദര എൻ്റെ അടുത്ത് ഒരു ധാന്യമില്ല, എന്താ ചെയ്യുക? ആ സ്നേഹപൂർവ്വം പങ്കുവയ്ക്കുക, അതാണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അന്നത്തെ എപ്പോഴും ഉത്തമ വൃത്തിയിൽ വേണം നമ്മൾ വ്യവഹരിക്കേണ്ടത്. എപ്പോഴും ഓർമ്മിക്കുക. അന്നം നല്ലോണം കൃഷി ചെയ്തുണ്ടാക്കണം, കൃഷി ചെയ്ത് അന്നം ഉണ്ടാക്കണം. ഈ വിഷയത്തിൽ കേരളം എത്രമാത്രം പിന്നിലേക്കാണെന്ന് ചിന്തിക്കാൻ വയ്യ. ഭാരതത്തിൻ്റെ ആവറേജ് പറയുകയാണെങ്കിൽ 1947 ഉണ്ടായിരുന്ന കൃഷിഭൂമിയുടെ 30% കൂടിയിട്ടുള്ളത്. കൃഷിഭൂമി 1 എന്നുള്ളത് 1.3 എന്നുള്ള ആ തോതിലാണ് കൂടിയത് കൃഷിഭൂമി. 1950 ശേഷം 5 ഇയർ പ്ലാൻ നടപ്പിലാക്കിയ 51 5 ഇയർ പ്ലാൻ നടപ്പിലാക്കിയതിന് ശേഷം പക്ഷേ ഭാരതത്തിലെ ഉൽപ്പാദനം 5.5 ഇരട്ടി കൂടി. 5.5 ഇരട്ടി കൂടി. ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ സമർത്ഥരാണ്. എന്നാൽ കേരളത്തിൻ്റെ അന്ന ഉൽപ്പാദനം 6-1 കുറഞ്ഞു. 6-1 നമ്മളെല്ലാത്തിലും നമ്പർ 1 എന്ന് പറയാൻ കേവന്മാരാ. എല്ലാത്തിലും നമ്പർ 1, ഏറ്റവും മികച്ചതാണ്. പക്ഷേ ഇത് മറ്റൊരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഓരോരുത്തരും എത്ര ചെയ്യുന്നു, നമ്മുടെ പറമ്പിൽ എത്ര പച്ചക്കറി ഉണ്ടാക്കുന്നു, ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അവിടെയാണ് വേദം നമ്മളോട് പറയുന്നത് അന്നം ബഹുകുർവീത, അന്നത്തെ ഒരുപാട് കൃഷി ചെയ്ത് അന്നം ഉണ്ടാക്കൂ. യയാ കയാച വിധയാ ബഹു അന്നം പ്രാപ്നുയാ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ധാരാളം അന്നം ഉണ്ടാക്കൂട്ടോ. നമ്മൾ ആരെങ്കിലും അന്നം ഉണ്ടാക്കാൻ പുറപ്പെട്ട അപ്പം അവിടെ ഒരു കൊടി കുത്തിയിട്ട് കൃഷി നിർത്തി. പിന്നെ നിർത്താൻ പറ്റും, പിന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഭൂമിയാണോ ഒന്നും പറ്റില്ല, ഞാൻ കൊടി കുത്തിയാൽ നീ കൃഷി ചെയ്യാൻ പാടില്ല, പിന്നെ നീ കൃഷി ചെയ്താൽ നിന്നെ ഞാൻ കൊല്ലും. ഇങ്ങനെ കൃഷിഭൂമി നശിപ്പിച്ചു, വ്യവസായശാലകൾ നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കുക, എന്ത് സംഭവിച്ചു നമുക്ക്. അതുകൊണ്ട് അന്നം ഈശ്വരനാണ്, നമ്മളെ തീറ്റിപ്പോറ്റുന്ന ദൈവമാണ് അന്നം. ശരി. അന്നം വൈ പ്രജാപതി തതോഹ വൈ ദദ്രേതഃ. അന്നം വൈ പ്രജാപതി തതോഹ വൈ തദ്രേതഃ. തതഃ ഹ വൈ തദ്രേതഃ, അതിൽ നിന്നാകുന്നു രേതസ് ഉണ്ടാകുന്നത്. രേതസ് പുരുഷ ബീജം.
ഇവിടെ രേതസ് എന്നുള്ള ശബ്ദത്തിന് രണ്ടർത്ഥങ്ങളും കാണാറുണ്ട്. ഒന്ന് പുരുഷ ബീജം എന്നുള്ള അർത്ഥവും ആചാര്യന്മാർ പറയുന്നുണ്ട്, ശുക്ലം എന്നുള്ള അർത്ഥവും ആചാര്യന്മാർ പറയുന്നു. രേതശബ്ദത്തിന് രണ്ടും പറയാറുണ്ട്. ഏതായാലും നമുക്കിവിടെ രണ്ടും ശരിയാണ്. അവിടെ ശുക്ലം എന്ന് പറയുമ്പോൾ രേതസ്സിന് ജീവിക്കാനുള്ള, വളരാനുള്ള മാധ്യമമാണ്. ബീജത്തിന് നിലനിൽക്കാനും വളരാനുള്ള മാധ്യമമാണ് ശുക്ലം എന്ന് പറയുന്നത്. ഇത് രണ്ടും വേർതിരിക്കാതെ പറയുകയും ചെയ്യാൻ വിരോധമില്ല. എന്തായാലും പുരുഷ ബീജം അർത്ഥമെടുക്കുക. തസ്മാത് ഇമാഹ പ്രജാഹ പ്രജായന്തേ, അതിൽ നിന്നാണ് ഈ പ്രജകളൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ എവിടുന്നാണ് ഈ പ്രജകളൊക്കെ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ ഈ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ വിശാലമായ കാഴ്ചപ്പാട് ലഭിക്കില്ലായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ലൈംഗികമായി ബന്ധപ്പെട്ടിട്ട് രേതസ് സ്ത്രീയിൽ പ്രവേശിച്ചാൽ കുട്ടിയുണ്ടാവും എന്ന് നമ്മൾ പറയും. ആ കാഴ്ചപ്പാടല്ല ഇപ്പോൾ ഇവിടെ. മറിച്ച് രയി പ്രാണാത്മകമായി ദ്രവ്യവും ഊർജവും ചേർന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ആ ദ്രവ്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും ചേർച്ചയിൽ നിന്നാണ് സമസ്ത പ്രപഞ്ചവും ആവിർഭവിക്കുന്നത് എന്നുള്ളൊരു മഹാസന്ദേശം നമുക്ക് നൽകിക്കൊണ്ടാണ് ഇതിനെ പറയുന്നത്. അതാണ് ഈ ഉപദേശത്തിൻ്റെ ഒരു സൗന്ദര്യം അഥവാ മഹിമ. തുടർന്ന് 2 മന്ത്രങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് നാളെ ചിന്തിക്കാം.